മീൻ വറുത്തതും മീൻകറി ഉൾപ്പെടെ 10 കൂട്ടം കറികളും ചേർത്താണ് 80 രൂപയ്ക്ക് ഇവിടെ ഊണ് കൊടുക്കുന്നത്. ഇതാ ഇത്രയാണ് കേട്ടോ ഇന്ന് സൈഡായിട്ട് വരുന്ന കറികൾ. സാധാരണ പലയിടത്തും ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ മീൻ്റെ റേറ്റ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നല്ല മീൻ കഷ്ണമൊക്കെ ഇട്ട് മീൻ കറിയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ 100 രൂപയുടെ ബിരിയാണി. ഇപ്പൊ തന്നെ ഈ ഒരു പ്ലേറ്റ് നിറഞ്ഞിട്ടുണ്ട്. ഇനി റൈസ് വേണ്ടവർക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇവർ കഴിക്കാൻ കൊടുക്കും. ഇക്കായ്ക്ക് സുഖമില്ലാതായി. അപ്പോൾ ഇക്കായ്ക്ക് പണിയൊന്നും കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന തൊഴിൽ ഇതാ, വേറെ ഒന്നും എനിക്ക് വിടത്തുമില്ല. അന്നേരം ഞാൻ പറഞ്ഞു നമുക്കായിട്ട് തന്നെ ഇത് തുടങ്ങാം എന്നും പറഞ്ഞാൽ ഞങ്ങൾ മുമ്പോട്ട് ഇറങ്ങി. ഇപ്പോൾ 1 വർഷം ആവുന്നു. കട്ടയ്ക്ക് സപ്പോർട്ടിന് ഇക്കയുണ്ട് അല്ലേ? പിന്നെ ഇക്കായി എൻ്റെ 2 മക്കളും. എന്നാ പറ്റിയായിരുന്നേ? ഇക്കായ്ക്ക് അറ്റാക്ക് വന്നായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടണമെന്നൊന്നും ഒരു ആഗ്രഹവും ഇല്ല. അസുഖത്തിനുള്ളതും പിന്നെ ചെലവും കഴിയണം. നടക്കും. സന്തോഷമായിട്ടിരിക്കും, എല്ലാം നടക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊല്ലം ജില്ലയിലാണ്. ഇത് ഓച്ചിറയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ചങ്ങംകുളങ്ങര. അപ്പോൾ ഇവിടെ 80 രൂപയ്ക്ക് മീൻ വറുത്തതും കൂടെ ചേർത്ത് ഊണ് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ കേട്ടോ 80 രൂപയ്ക്കൊക്കെ വറുത്ത മീനും കൂടെ ചേർത്തിട്ടുള്ള ഊണ്. അപ്പോൾ സജീനയും പിന്നെ ഷാജിക്കയും, അതുകൊണ്ട് തന്നെ ഷാജി പാപ്പന്റെ കട എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. അവർ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ആ വീട്ടിൽ തന്നെ അമ്മയും മക്കളും ഉപ്പയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പങ്കുവയ്ക്കണം. അപ്പോൾ അതാ ഈ മൺചട്ടിയിൽ കിടന്ന് വേവണ സാധനം എരിശ്ശേരി. അത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ഊണ് കഴിച്ചപ്പോൾ ഈ ഒരൊറ്റ എരിശ്ശേരിയിലാണ് വീണു പോയത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സ്വാദായിരുന്നു. രണ്ടാമത് ഞാൻ ചോദിച്ച് മേടിച്ചു. അതിനുശേഷമാണ് ആലോചിക്കുന്നത് ഇവിടുത്തെ ഒരു വീഡിയോ എടുത്താലോ എന്ന്. ഇങ്ങനെ മൺചട്ടി തന്നെ എന്നും വെക്കണേ? അല്ല, ചില ദിവസം ഉരുളിക്കകത്ത് വെക്കും, ചില ദിവസം ഇതേപോലെ. പക്ഷെ ഇതൊരു പ്രത്യേക സ്വാദായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ വറുക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ചിക്കൻ വറുത്തിട്ടാണ് അതിന്റെ മസാല തയ്യാറാക്കുന്നത്. ബിരിയാണി എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? ചില ദിവസം പോകാത്ത ദിവസം ഉണ്ടല്ലോ, അന്ന് നമ്മൾ വെക്കത്തില്ല. വെള്ളിയാഴ്ച ദിവസമൊക്കെ ബിരിയാണി കുറവായിരിക്കും. പിന്നെ ഇത്തിരി കൂടി ഇല്ലെങ്കിൽ വയ്യാങ്കിലും ചെയ്യത്തില്ല. ചോറും കറികളും ബിരിയാണി എല്ലാം കൂടെ പറ്റൂ. പിള്ളേരും സ്കൂളിൽ പോകുമല്ലേ? പിള്ളേർ രാവിലെ 8 മണി 8:30 ആകുമ്പോ പോകും. പാഴ്സലുകാരാണോ അത് ഇരുന്ന് കഴിക്കണവരാണോ? പക്ഷെ നല്ല ഭക്ഷണമാണ്. കഴിച്ചവരെന്തായാലും ഇവിടെ വരും തിരിച്ച്. കറികളെല്ലാം ആയിട്ടപ്പോഴാ നല്ല വേവിച്ചുടച്ച കപ്പയുണ്ട്, നാരങ്ങാച്ചാറ്, വെള്ള നാരങ്ങ, പിന്നെതാ ഒരു സാലഡ് ഉണ്ട്, എരിശ്ശേരി, പിന്നതേ ഒരു തോരനും ക്യാബേജാണ് കേട്ടോ. ഇപ്പൊ 1 വർഷം ആകുമ്പോ ഈ പണിയൊക്കെ പരിചയമുണ്ടോ സജീനയ്ക്ക്? കുഴപ്പമില്ല. എന്നാലും നമ്മൾ വീട്ടിൽ ചെയ്ത് അങ്ങനെ ശീലമായി. പിന്നെ ഇക്ക ഒരു പാചകക്കാരനായോണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ച് ഇതുവരെ ആയി. ഇക്കയ്ക്ക് അറ്റാക്ക് വന്നായിരുന്നു. അറ്റാക്ക് വന്ന 3 ബ്ലോക്ക് എല്ലാം ഇങ്ങനെ ഒരു പരുവം മരുന്നൊക്കെ കഴിച്ചിരിക്കുക. ഇപ്പോഴും ഇനിയിപ്പോ 2 എണ്ണം ഉണ്ട്. അന്നേരം 2 എണ്ണം കൂടെ ഉണ്ട്. അന്നേരം ഇപ്പൊ ഉടനെ അത് ചെയ്യണോന്ന് അവര് പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ കാശിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങളത് നീട്ടി വെച്ചേക്കുക. ഇനി ഈ ആഴ്ച തന്നെ ആശുപത്രി പോകുന്നുണ്ട്. എത്ര രൂപയൊക്കെ വേണ്ടി വരും? ഇപ്പം മിലിറ്ററിനെ പറഞ്ഞത് 1,30,000 രൂപ. 2 എണ്ണം കൂടെ എടുക്കുന്നതിന് വേണോന്ന് അവര് പറഞ്ഞത്. ആദ്യം ഒത്തിരി പൈസയായോ? ആദ്യം പൈസയൊക്കെ ആയിരുന്നു. ചെങ്ങന്നൂര് ചെറിയ ആശുപത്രിയിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞാണ് നമ്മൾ മിലിറ്ററിനെ കൊണ്ടുവരുന്നത്. പിന്നെ അത് പിന്നെ ഇങ്ങനെ ചികിത്സയിരിക്കും. ഇപ്പൊ 2 വർഷം ആവാൻ പോകുന്നു. ഇപ്പൊ ഇന്നലെ ഒരു ചെറിയ ഇടക്കേടുപോലെ വന്ന് പിന്നെ കോട്ടയത്ത് പോകാനും പറഞ്ഞിരിക്കുക. ഇന്നലെ ഞങ്ങളെല്ലാരും പേടിച്ചു പോയി. രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. കോട്ടയത്ത് പോയി കാണിക്കാനൊക്കെ പറഞ്ഞിരിക്കുക. അന്നേരം വെള്ളിയാഴ്ച ഡോക്ടർ ഉണ്ട് ഉള്ള. അന്നേരം നമുക്ക് വെള്ളിയാഴ്ച ചെയ്യാന്നും പറഞ്ഞാ കൊണ്ടുപോയി കാണിക്കാന്നും പറഞ്ഞാ ഇരിക്കുന്നത്. അന്നേരം ഇക്കാടെ ഒരു കൂട്ടുകാരൻ അവിടെ ചെയ്തതാ. അന്നേരം കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ കൊണ്ട് കാണിക്കട, കാശ് ഒരുപാട് ആവത്തില്ല, നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുവന്ന് കാണിക്കാം എന്ന് പറഞ്ഞു കൂട്ടുകാരൻ വിളിച്ച്. ഇന്നലെ വിളിച്ച് വയ്യാതായപ്പോഴേ ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ പോയാലും അവരൊരു ഡേറ്റ് തരുമല്ലേ? തരും. ഇപ്പൊ നമ്മള് ചെല്ലുമ്പോ അവര് ചെക്കപ്പ് ചെയ്തിട്ട് പറയും. അവിടെ നേരത്തെ ചെയ്ത ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ കൊണ്ട് കാണിച്ചിട്ട് അവര് പറയും ഞാൻ ഇത്രാം തീയതി തന്നെ നമുക്ക് ചെയ്യാന്ന് പറയും. ഇവിടെ ആകുമ്പം
നമ്മൾ കൊണ്ടു കാണിച്ച് ഡോക്ടർ ഒരു പറയുന്ന അതുവരെ നമ്മൾ നിൽക്കണം. പിന്നെ മരുന്നൊക്കെ തന്ന് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് മുടക്കരുതെന്നാ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ. ഇതുവരെ മുടക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. മാസത്തേക്ക് 8,000 രൂപ മരുന്നിന് മാത്രമാവും. ഞങ്ങള് കുറച്ച് മേടിക്കും. 2 ദിവസം മേടിച്ചാ ഇതുവരെ കൊണ്ടുപോയത്. ഒരുമിച്ച് മേടിക്കാൻ കാണൂല. ഒരുമിച്ച് മേടിക്കാൻ എന്റെ സത്യം വാങ്ങു വിളിക്കുന്നു. ഒരുമിച്ച് മേടിക്കാൻ എന്തായാലും കാണത്തില്ല. ഇതിനകത്തുനിന്ന് കിട്ടുന്നതിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് 500 രൂപയ്ക്ക്, സത്യം പറയണല്ലോ, 500 രൂപയ്ക്ക് വീതം മരുന്ന് മേടിപ്പിക്കായി. അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണോ ഇപ്പൊ ഒരു വരുമാനം? ഇത് മാത്രമേ ഉള്ളൂ. ഇക്കായ എങ്ങോട്ടും വിടാൻ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് വിടാതെ ഞങ്ങളുടെ തന്നെ നിർത്തിയേക്കുവാ. ഗൾഫിലായിരുന്നു അല്ലേ? കൊച്ചുങ്ങള് പഠിക്കുന്നുണ്ട്. 2 പേരും പഠിക്കും. ഇതിപ്പോ നിങ്ങളെ സ്വന്തം വീടല്ല? അല്ല, വാടകയ്ക്ക്. വീടുണ്ടായിരുന്നു. നമ്മള് വിറ്റതായിക്കാക്ക് അസുഖം ആദ്യം വന്നപ്പം, ഇതേപോലെ അസുഖം വന്നപ്പം ഞങ്ങൾ വിറ്റാണ് ഇക്കായെ നോക്കിയത്. പിന്നെ ഞങ്ങൾ വാടകയ്ക്കായിട്ട് അങ്ങ് ഇറങ്ങി ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇത്രയും കൊല്ലം കൊണ്ട് വാടകയ്ക്ക് 14 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശ് ഞങ്ങൾ വസ്തുവും വീടും മേടിച്ച് ഞങ്ങൾ ഒരുവിധം ആയി വന്നപ്പോൾ അടുത്ത അസുഖം വന്നു. അങ്ങനെ പിന്നെ അതും വിറ്റത്. സാരമില്ല, അതൊക്കെ തിരിച്ചു വരും. നമ്മൾ പണിയെടുക്കുമല്ലേ. പിന്നെ ഞാൻ അതുകൊണ്ടാ പറഞ്ഞ, ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ എന്നെ വേണേലും ഉണ്ടാക്കിയെടുക്കാം. സത്യം. നല്ല ഫുഡാന്ന് എല്ലാരും പറയും. ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ടും പോവും. ഓണത്തിനായാലും നമുക്ക് സദ്യക്കൊക്കെ ഓർഡർ ഉണ്ട്. ഓ അത് ശരി. അത് സദ്യ എത്രയാന്ന് വെച്ചാൽ കടകളിലേക്കൊക്കെ ഓർഡർ വരും, വീട്ടിലേക്ക് ഓർഡർ വരും. പിന്നെ ഈ വിവാഹം അല്ല കല്യാണ വർക്ക് പോണക്കുള്ള ചെറിയ പരിപാടി, ബർത്ത്ഡേ, പിന്നെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോക്ക്, അതിനൊക്കെ ബിരിയാണിയും സദ്യക്കൊക്കെ നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. എങ്ങനെയാ റേറ്റ് ഒക്കെ ചോറിന് വർത്തമയ സഹിതം 80 രൂപ. പിന്നെ അൺലിമിറ്റഡ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി 100 രൂപ ആണ്. വയറ് നിറച്ച് നമ്മൾ ആദ്യം കൊടുക്കുന്നില്ല, പിന്നെ അവർക്ക് വേണോന്ന് ചോദിച്ച് നമ്മൾ പിന്നെയും കൊടുക്കുന്നു. പാഴ്സല് 100 രൂപ ആണ്. 3 ആൾക്ക് തിന്നാനുള്ള ചോറ് ഞാൻ കണ്ടു. കൊച്ചവിടെ പാഴ്സൽ ചോറ് കാണും. പിന്നെ സാധാ ഊണ് പാഴ്സൽ 80 ഉള്ളു വർത്തമയ സഹിതം. പിന്നെ ബിരിയാണി നമ്മൾ പാഴ്സൽ കൊടുക്കുന്ന 120 രൂപയ്ക്കാണ്. അത് 2-3 പേർക്ക് കഴിക്കാനുള്ള ഫുഡുണ്ട്. വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാനുള്ള ഫുഡുണ്ട്. ചിലപ്പോ നമുക്ക് ഇച്ചിരി കടമൊക്കെ ഉണ്ട്. അന്നേരം അതൊക്കെ കൊടുത്തു വരുമ്പോ ഫുഡിനുള്ള കാശിന് കാണാത്തപ്പോ ഇച്ചിരി പൈസ മേടിച്ചാണ് നമ്മൾ ഇത് ചെയ്തത്. ഒന്നും ഇല്ലായിരുന്നല്ലേ. പക്ഷെ ഇവിടെ വരുന്നവര് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ പൈസ തന്ന് നമുക്കിപ്പം ഫുഡിനൊക്കെ കാശില്ല, നാളത്തേക്ക് സാധനം മേടിക്കാനില്ലെന്ന് പറഞ്ഞാലും അവർ ഞങ്ങളെ സഹായിക്കും. ചേച്ചി ഉള്ളപ്പോൾ തന്നാൽ മതിയും പറഞ്ഞ് തന്നിട്ട് പോകുന്നവരുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ ഉള്ളവർ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസികളായാലും അവത്തുങ്ങളും നമുക്ക് തന്ന് സഹായിക്കുന്നു. അതൊരു വലിയൊരു അനുഗ്രഹം. അത് സത്യമാണ്. അതിപ്പോ ഓടിച്ചെന്ന് നമുക്കിപ്പോ 1000 രൂപ ആവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചെന്നാ തരും. അങ്ങനൊക്കെ ഉള്ളവരുണ്ട് നമ്മുടെ ഈ ഭാഗത്ത്. നമ്മൾ അതും പറയണം, ദോഷക്കേട് പറയരുത്. അവത്തുങ്ങളും ഇപ്പൊ നിങ്ങൾ 2 പിള്ളേരും കൊണ്ട് കിടക്കുന്നില്ലേ, നാളെ കട അടയ്ക്കണ്ട മോളെ എന്നും പറഞ്ഞ് കൊണ്ട് തരുന്നവരും ഉണ്ട്. അങ്ങനെ നമ്മളെ സഹായിക്കുന്നവരുണ്ട്. എനിക്ക് വയ്യാത്തോണ്ട് എല്ലാരും നമ്മളെ സഹായിക്കുന്നു. അതെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീഡിയോ ഒക്കെ പോകുമ്പോ കുറച്ച് ഓണസദ്യക്കൊക്കെ ഓർഡർ ഒക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കും. നേരെ നമ്മള് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടണമെന്നൊന്നും ഒരു ആഗ്രഹവും ഇല്ല. അസുഖത്തിനുള്ളതും പിന്നെ ചെലവും കഴിയണം. നടക്കും. സന്തോഷമായിട്ടിരിക്കും. എല്ലാം നടക്കും. കുറുകിയ സാമ്പാർ, പുളിശ്ശേരി, മീൻകറിയൊക്കെ ഇങ്ങനെ നമ്മുടെ ടേബിളിൽ കൊണ്ടുവയ്ക്കും. എല്ലാം തൊടുകറികളും ഇതൊക്കെ തൂക്കം അവിടെ കൊണ്ടുവയ്ക്കും. നമുക്ക് വിളമ്പെടുക്കാം. സാധനം പലയിടത്ത് തരുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ മീൻകറി. എനിക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെയല്ല, നല്ല മീൻ കഷ്ണമൊക്കെ ഇട്ട് മീൻകറിയാണ്. നല്ല മീൻകറി കേട്ടോ. ഞാനിപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയണേന്ന്, കഴിക്കണേന് മുമ്പ് ഞാൻ എന്താ ഈ മീൻകറീനെ പറ്റി അഭിപ്രായം പറയണേന്ന് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 4-5 ദിവസം മുന്നേ എനിക്കിവിടെ കായംകുളത്ത് വരെ വരേണ്ട ഒരാവശ്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോൻ്റെ ആവശ്യത്തിന് വന്നതാണ്. ഫുഡിൻ്റെ അല്ല, അതൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വിശന്നിട്ട് വയ്യപ്പോൾ 2 മണിയായി. അവിടെ നമ്മളെടുത്ത ലക്ഷ്മി ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ലക്ഷ്മി ഹോട്ടലിൽ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഊണ് തീർന്നു, കാരണം 2:15 കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നേരെ എന്തായാലും തിരുവനന്തപുരത്തേക്കാണല്ലോ പോവുക. ഇവിടെ നിന്ന് ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തി. എന്നിട്ട് ഊണുണ്ടോ, ഇത്ര മണി സമയമായതുകൊണ്ട് ഊണുണ്ട് പറഞ്ഞു. അങ്ങനെ സജീനെ കൊണ്ടുപോയി ഇതുപോലെ വെച്ചു. അന്ന് എരിശ്ശേരി ആയിരുന്നു. എനിക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. ചോറ് വരുന്ന വരെ കാക്കാനുള്ള സമയമില്ലാത്തപ്പോൾ ഞാൻ അരിശ്ശേരി കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അത് കഴിഞ്ഞ് മീനൊക്കെ അടുപ്പത്ത് നിന്ന് ചൂടോട് വിളിക്കുന്നതോട് തീർന്നത് എന്തോ ആണ്. ഞങ്ങൾ വറുത്ത് കൊണ്ട് തന്നെന്തോ ചൂടോടുകൂടി വറുത്ത്, നല്ല മഴയും വറുത്തുകൊണ്ട് തന്ന് എല്ലാ സാധനങ്ങളും
എല്ലാ കറികളും ഒന്നിനൊന്ന് വെച്ച്. അങ്ങനെ ഞാൻ ചോദിച്ചു ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. അങ്ങനെ ചോദിക്കുന്ന സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. കാരണം നമുക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ അവരവർ തന്നെ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന. പക്ഷെ ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് കൊണ്ട് അങ്ങോട്ട് ചോദിച്ചു. ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞപ്പോഴാണ് ഭയങ്കര ഒരു വിഷമത്തിൽ കൂടെയാണ് പോകുന്നത്. ഇക്കാലത്ത് ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞ് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നവർക്ക് വീടും സ്ഥലവും എല്ലാം കൂടെ വിറ്റ് കളയേണ്ടി വന്നു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടേ. അപ്പം അങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ് ഈ ഒരൊറ്റ കാര്യം, ഈ വീടിൻ്റെ വാടക, കുട്ടികളുടെ പഠിപ്പ്, ഇക്കാളുടെ ചികിത്സ ഒക്കെ നടക്കണം. ഞാൻ പറഞ്ഞു നമ്മളൊരു വീഡിയോ ഇടാൻ പറ്റുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്താൽ വേറൊന്നും വേണ്ട. അത്യാവശ്യം 8000 രൂപയുടെ മരുന്ന് വേണം ഒരു മാസം. ആ മരുന്നെങ്കിലും അവർക്ക് നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ. അപ്പം എനിക്കതുകൊണ്ടൊക്കെ ഞാൻ കഴിച്ചു നോക്കിയ കറികളാണ്. എനിക്കതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസാണ്. ബിരിയാണി ഉണ്ട്, അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. അതാ ഇങ്ങനെ ഒരു കഷ്ണം മീൻ വറുത്തതാണ് വരിക. അന്നും ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഈ മീനിൻ്റെ സ്വാദ് കൊണ്ട് ഞങ്ങൾ മീൻ വറുത്തത് വേറെ സ്പെഷ്യൽ മേടിച്ചു. അപ്പോൾ 50 രൂപയ്ക്കാണ് ശരിക്കും ഊണ് കൊടുക്കുന്നത്. ഈ മീൻ വറുത്തത് ഇല്ലാണ്ട് 50 രൂപയ്ക്ക് ഊണും 30 രൂപയ്ക്ക് മീൻ വറുത്തത്, അങ്ങനെയാണ് കൊടുക്കുക. മീൻ വേണ്ടാത്തവർക്കാണെങ്കിൽ വെറും 50 രൂപയ്ക്ക് ഉച്ചഭക്ഷണം കഴിയുന്നു. അതുപോലെ ഇവിടെ കുടമ്പുളി ഇട്ട മീൻ കറിയാണ്, നല്ല മീൻ കൂട്ടാനും ഈസിയാണ്. ഈ ഇടയായിട്ട് കുറേ ആളുകൾ വന്നിടുന്ന, കുറേ ആളുകൾ എന്ന് വെച്ചാൽ ഒരു വിരലിലുണ്ടാവുന്ന അത്രയല്ലേ, ഇടുന്ന ഒരു കമൻ്റാണ്, ഞാൻ ചേച്ചി ചില ജാതി മതമൊക്കെ നോക്കിയിട്ടേ വീഡിയോ എടുക്കാൻ പോകുള്ളൂ. അത് ഏത് ജാതിയും മതമാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ ഒരു സ്ഥലത്തും എന്തോരം വീഡിയോ എടുക്കും 4 വർഷത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തും വീഡിയോ എടുക്കുമെന്ന് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരാളും അല്ല. അത്തരം ഒരു വിശ്വാസങ്ങളും എനിക്കില്ല. ഞാൻ ജനിച്ചു വളർന്നൊരു മതമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതി വെച്ച ഒരു ഇതുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മതത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. 15 വയസ്സുണ്ട് എൻ്റെ മോൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഇന്നും ഒരു ജാതിയും മതവും ഒന്നും ചേർത്തിട്ടില്ല. അവൻ മതമില്ലാത്ത ഒരാളായിട്ടാണ് അവൻ വളരുന്നത്. അവന് 18 വയസ്സാകുമ്പോൾ എന്താണോ ഇഷ്ടം അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചേർക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള എന്നോടാണ് പറയുന്നത് ഞാൻ ജാതിയും മതവും ഒക്കെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ചില മതത്തിൽപ്പെട്ട ആളുകളെയാണ് ഞാൻ കാണിക്കുന്നത്. അത് ഏത് മതം എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളും അത് പറയില്ല. കാരണം അങ്ങനെയൊന്നും എന്തെങ്കിലും വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇത്. പക്ഷെ അത് എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ ഇതുവരെ പറയുമ്പോൾ വേറെ ആളുകൾ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ വീഡിയോ പോയി കാണും ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു എന്തിനാണ് അങ്ങനെ നമുക്ക് പറയുന്നത്? നിങ്ങൾക്ക് സൗകര്യം അല്ലെങ്കിൽ വീഡിയോ കാണണ്ട, അത്രയേ ഉള്ളൂ. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇനി എന്തിനാണത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏത് മതക്കാരെയാണ് ഞാൻ ഒഴിവാക്കിയതെന്നും എനിക്കറിയില്ല. ഇതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. നല്ല ഭക്ഷണം കൊടുക്കുന്ന ഇടമാണെങ്കിൽ, മായമില്ലാത്ത രുചിയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പോയി വീഡിയോ എടുക്കും, അത്ര തന്നെ ഉള്ളൂ അതിനകത്ത്. നല്ല ഭക്ഷണം കേട്ടോ. നമ്മളെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഹോട്ടലുകളുടെയൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഒരുപാട് പഴകിയ ഭക്ഷണം, മോശമായിട്ടുള്ള എണ്ണയൊക്കെ പലയിടങ്ങളിൽ നിന്നും പിടിച്ചു. അപ്പോൾ കുറേ പേര് എൻ്റെ പേജിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു, ഇങ്ങനെ ഇത് വാർത്ത അറിഞ്ഞു. അപ്പോൾ അത് നല്ലതല്ലേ? ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കുന്ന സാധനമാണ്, ഏറ്റവും ആരോഗ്യപരമായിട്ട് കൊടുക്കേണ്ട സാധനമാണ്, ഏറ്റവും ശരിയായി കൊടുക്കേണ്ട സാധനമാണ് ഭക്ഷണം. അത് മോശമായി കൊടുക്കുന്നത് അത് ആരായാലും. ഇനിയിപ്പോൾ ഞാൻ നാളെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ ഞാൻ കൊടുത്താലും എൻ്റെ കടയിൽ മോശം ഫുഡ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അത് റെയ്ഡ് ചെയ്ത് പിടിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ബകയിൽ കൂട്ടിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വീഡിയോ എടുത്ത ഒരു സ്ഥലത്തും ഇന്നേ വരെ എൻ്റെ അറിവിൽ ഒരു പഴകിയ ഭക്ഷണം ഹെൽത്തുകാർ പിടിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ ഒരു 20 ഊണ് അല്ലെങ്കിൽ ഏറിയാൽ 50 ഊണ് ഇതൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അതിനകത്ത് എന്താണ് നാളത്തേക്ക് വെക്കാൻ പറ്റുക? ചോറ് മാത്രമുള്ള സ്ഥലങ്ങളിലൊന്നും ഈ കറികളൊന്നും ഇരിക്കാനുള്ള സാധനങ്ങളൊന്നുമല്ല. ചോറും വെച്ചേക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഒന്നും വെച്ചേക്കാനില്ല. അല്ലെങ്കിൽ കുറച്ച് ദോശയോ ചമ്മന്തിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും ഞാൻ ഇന്നേ വരെ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അത്തരം കടകളല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം നോക്കാം. നല്ല കാര്യമാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് എല്ലാ തരത്തിലും അതുപോലെ സ്ക്വാഡ് പോലെയുള്ള ആളുകൾ ഇടപെടൽ നടത്തുകയും തരത്തിലുള്ള പഴകിയ ഭക്ഷണം വിൽക്കാൻ അനുവദിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല മാറ്റം വരുന്നേ. അത്തരം ഇടപെടലുകൾ കൃത്യമായിട്ട് നടക്കട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും ഒക്കെ ആ കാര്യത്തിൽ. കറക്റ്റ് ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം ചങ്ങംകുളങ്ങര, അതായത് ഇവിടെ SRV UPS എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. തൊട്ട് ചേർന്നേ സ്കൂളിൻ്റെ ഇതും ഈ മതിലും ഒരു വീടിൻ്റെ അതും കൂടെ ഒറ്റ മതിലാണ്. അപ്പോൾ അതിന് തൊട്ട് ചേർന്ന് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ അത് ലൊക്കേഷൻ കിട്ടും. നമ്മൾ ഇട്ടപ്പോഴും അത് ആ ലൊക്കേഷൻ ഇവിടെ വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറുക. കാരണം നിങ്ങൾ ഒരു ഊണ് കഴിക്കുന്നത് പോലും ഇവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്.
80 രൂപ എന്നുള്ളതല്ല, ആ 80 രൂപയും അവർക്ക് ഒരുപാട് വലിയ തുകയാണ്. കാരണം 2 പെൺകുട്ടികളാണ്, ഇവരുടെ വിദ്യാഭ്യാസം തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പൈസ ചെലവുള്ള കാര്യമാണ്. ഇപ്പോൾ കയറി കിടക്കാൻ പോലും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയാനില്ല. ഇതൊക്കെ ആണെങ്കിലും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറാൻ പോണത്. കാരണം പ്രൈവറ്റ് ആശുപത്രി ആകുമ്പോൾ കൊടുക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അപ്പോൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പിന്നെ കട അത് അടച്ചിടലേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പറ്റുന്നത് പോലെ ഒന്ന് സഹായിച്ചേക്കുക. അത് ഒരു നേരത്തെ ഊണ് മേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് ഒരു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു 10-25 ഊണ് സദ്യയായിട്ട് പറഞ്ഞാൽ അതും സജീവനം ഉണ്ടാക്കി തരും. എല്ലാ കറികളും സൂപ്പറാണ്. അപ്പോൾ ധൈര്യമായിട്ട് മേടിച്ചോളും. അപ്പോൾ നമ്മളിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. എന്നാൽ പോവാട്ടോ. ഓക്കെ ശരി മോളെ. ടാറ്റ.